കടലിലും ആകാശത്തും ശക്തി പ്രകടിപ്പിച്ച് നാവികസേന. നാവികസേനയെ അഭിനന്ദിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും സൗന്ദര്യവും അച്ചടക്കവും പ്രകടമാക്കി ഓപ്പറേഷൻ ഡെമോ 2025. ശംഖുമുഖത്തെ കടലും ആകാശവും ഒരുപോലെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ വേദിയായി. നാവികസേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാനന്ദ് ഉൾപ്പെടെ നേവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ 3 നാവികസേനാ ദിനം ആഘോഷമാക്കി നമ്മുടെ ശംഖുമുഖം തീരത്ത് വെച്ചിട്ട്. ഇന്ത്യൻ നാവികസേനയുടെ വിമാനം INS വിക്രാനന്ദിൽ നിന്നും പറന്നുയർന്ന് MiG-29K വിമാനം ആവേശമാനോളം ഉയർത്തി. ശംഖുമുഖം തീരത്തെത്തിയ രാഷ്ട്രപതിക്ക് അഭിവാദ്യമായി ആദ്യമെത്തിയത് MHS-16 ഡോണിയർ വിമാനങ്ങൾ. പിന്നാലെ INS കൊൽക്കത്ത, INS കമാൽ, INS ഉദയഗിരി പടക്കക്കപ്പലുകൾ രണ്ടു വശങ്ങളിൽ നിന്നെത്തി. പിന്നാലെ 3 ചേതക് വിമാനങ്ങളുടെ 3 ബോംബർ വിമാനങ്ങളുടെയും ഫോർമേഷനായിരുന്നു. കടലിലും ആകാശത്തും ഒരുപോലെ ശക്തി പ്രകടിപ്പിച്ച നാവികസേനയെ അഭിനന്ദിച്ച് ദ്രൗപദി മുർമു. കടലിൽ ബന്ദികളാക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന കമാൻഡ് ഓപ്പറേഷൻ INS വിപുലിന്റെയും INS വിദ്യുത്തിന്റെയും വരവ് പടക്കക്കപ്പലുകളിൽ നിന്ന് മിസൈൽ വർഷം. പിന്നാലെ മറൈൻ കമാൻഡോകൾ പാരച്യൂട്ടിൽ തീരത്ത് പറന്നിറങ്ങി. അഭിമാന നിമിഷമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ ഉൾപ്പെടെ എല്ലാവരും ഓപ്പറേഷൻ ഡെമോയുടെ ഭാഗമായി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമായിരുന്നു ഇത്തവണത്തെ നേവി ദിനം. ഡിസംബർ 3 നാവികസേനാ ദിനം.